പുതിയ സംസ്ഥാന സർക്കാരിന്റെ ബജറ്റിൽ സലിംകുമാറിന്റെ സ്മാരകത്തിനായി 1 കോടി രൂപ മാറ്റിവെച്ച മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെയും സർക്കാരിന്റെയും പ്രഖ്യാപനം വലിയ രീതിയിലുള്ള ചർച്ചകൾക്കും വിമർശനങ്ങൾക്കുമാണ് വഴി തുറന്നിരിക്കുന്നത്. സത്യത്തിൽ ഇതിന്റെ ആവശ്യമുണ്ടോ എന്നാണ് ഒരു വിഭാഗം ജനങ്ങൾ ചോദിക്കുന്നത്. സലിംകുമാർ മലയാള സിനിമയ്ക്ക് നൽകിയ സംഭാവനകൾ വിലമതിക്കാനാവാത്തതാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ദേശീയ പുരസ്കാര ജേതാവെന്ന നിലയിലും ഹാസ്യവും ഗൗരവവും ഒരേപോലെ കൈകാര്യം ചെയ്ത നടനെന്ന നിലയിലും അദ്ദേഹത്തിന്റെ സ്ഥാനം ശ്രദ്ധേയമാണ്. എന്നാൽ ഒരു കലാകാരന്റെ സംഭാവനയെ ആദരിക്കുന്നതിനുള്ള ഏറ്റവും ഉചിതമായ മാർഗം സർക്കാർ ചെലവിൽ സ്മാരകം നിർമ്മിക്കലാണോ എന്ന ചോദ്യമാണ് വിമർശകർ ഉയർത്തുന്നത്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. സർക്കാർ സ്കൂളുകളിലെ അടിസ്ഥാന സൗകര്യ വികസനം, സർക്കാർ ആശുപത്രികളിലെ ചികിത്സാ സംവിധാനങ്ങളുടെ മെച്ചപ്പെടുത്തൽ, വയോജനക്ഷേമ പദ്ധതികൾ, സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾ, റോഡുകളുടെ അറ്റകുറ്റപ്പണി, തൊഴിലവസരങ്ങളുടെ സൃഷ്ടി തുടങ്ങിയ മേഖലകളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ട സമയത്ത് 1 കോടി രൂപ സ്മാരകത്തിനായി മാറ്റിവെക്കുന്നത് ശരിയായ മുൻഗണനയാണോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. സലിംകുമാർ ഒരു രാഷ്ട്രീയ പ്രവർത്തകനല്ല, മറിച്ച് കലാരംഗത്തെ വ്യക്തിയായിരുന്നു. അതിനാൽ അദ്ദേഹത്തിന്റെ സ്മരണ നിലനിർത്താൻ സ്വകാര്യ ട്രസ്റ്റുകളിലൂടെയോ സാംസ്കാരിക സ്ഥാപനങ്ങളിലൂടെയോ മറ്റ് മാതൃകകളിലൂടെയോ ആദരവ് നൽകാമായിരുന്നല്ലോ എന്ന അഭിപ്രായവും ചിലർ പങ്കുവയ്ക്കുന്നുണ്ട്. അതേപോലെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിലപാടുകളെ അടിസ്ഥാനമാക്കി സ്മാരകത്തിന്റെ ആവശ്യകത വിലയിരുത്തുന്നത് നീതിയുക്തമാണോ എന്ന ചോദ്യവും മറുവശത്ത് ഉയരുന്നുണ്ട്. സ്മാരകം പണിയാൻ എടുക്കുന്ന ഈ 1 കോടി രൂപ ഉണ്ടെങ്കിൽ കേരളത്തിൽ സാധാരണക്കാർക്ക് ഉപകാരപ്പെടുന്ന എത്രയോ കാര്യങ്ങൾ ചെയ്യാമായിരുന്നു. വന്യമൃഗ ആക്രമണങ്ങളിൽ ജീവൻ നഷ്ടപ്പെട്ട മലയോര കർഷകരുടെ കുടുംബാംഗങ്ങൾക്ക് ധനസഹായം നൽകാമായിരുന്നു. തകർന്നു കിടക്കുന്ന ഗ്രാമീണ റോഡുകൾ അറ്റകുറ്റപ്പണി നടത്താമായിരുന്നു. എൻഡോസൾഫാൻ ദുരിതബാധിതർക്കോ മാരക രോഗങ്ങൾ പിടിപെട്ട് ചികിത്സയ്ക്ക് വഴിയില്ലാതെ ബുദ്ധിമുട്ടുന്ന പാവപ്പെട്ടവർക്കോ ഈ തുക വലിയൊരു ആശ്വാസമാകുമായിരുന്നു. സലിംകുമാർ ഒരു മികച്ച കലാകാരനായിരുന്നു എന്നതിൽ ആർക്കും തർക്കമില്ല. അദ്ദേഹം കടുത്ത കോൺഗ്രസുകാരനും വി.ഡി. സതീശന്റെ അടുത്ത സുഹൃത്തും രാഷ്ട്രീയ പ്രചാരകനും ഒക്കെയായിരുന്നു. എന്നാൽ ഒരു വ്യക്തി കോൺഗ്രസുകാരൻ ആണെങ്കിൽ പോലും ജനങ്ങളുടെ നികുതി പണം ഉപയോഗിച്ച് ഇങ്ങനെ സ്മാരകം പണിയേണ്ട കാര്യമുണ്ടോ? സിനിമയിലെ അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങൾ തന്നെയാണ് അദ്ദേഹത്തിന് ലഭിക്കാവുന്ന ഏറ്റവും വലിയ സ്മാരകം. അതല്ലാതെ സിമന്റും കമ്പിയും കൊണ്ട് കെട്ടിപ്പൊക്കുന്ന സ്മാരകങ്ങൾക്ക് പിന്നിലെ ചേതോവികാരം എന്താണ്? മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ വ്യക്തിപരമായ താല്പര്യങ്ങളും രാഷ്ട്രീയ വിധേയത്വവുമാണ് ഈ പ്രഖ്യാപനത്തിന് പിന്നിലെന്ന ആക്ഷേപം ശക്തമാണ്. തന്റെ മണ്ഡലത്തിൽ തനിക്കായി ശക്തമായി വോട്ട് ചോദിച്ച അനുയായിക്ക് ജനങ്ങളുടെ പണം ഉപയോഗിച്ച് ഉപകാരം ചെയ്യുകയാണോ മുഖ്യമന്ത്രി? ഒരു വശത്ത് സംസ്ഥാനത്തിന്റെ കടബാധ്യതയെക്കുറിച്ച് വാചാലനാവുകയും മറുവശത്ത് സ്വന്തം രാഷ്ട്രീയ താല്പര്യങ്ങൾക്കായി കോടികൾ ദൂർത്തടിക്കുകയും ചെയ്യുന്ന മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ ഈ നടപടി തികച്ചും ജനദ്രോഹമാണ്. ഖജനാവിലെ പണം പാർട്ടി നേതാക്കളുടെയോ അനുഭാവികളുടെയോ സ്മരണ നിലനിർത്താനല്ല, മറിച്ച് പട്ടിണി കിടക്കുന്ന സാധാരണക്കാരന്റെ കണ്ണീരൊപ്പാനാണ് ഉപയോഗിക്കേണ്ടത് എന്നാണ് ഇനി ഭരണാധികാരികൾ തിരിച്ചറിയുക എന്ന ചോദ്യമാണ് ജനങ്ങൾ ചോദിക്കുന്നത്.